ഏശയ്യാ 56 അധ്യായം. എല്ലാവർക്കും രക്ഷ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എന്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ, സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് അവിടുത്തോട് ചേർന്നു നിൽക്കുന്ന പരദേശിയോ, ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്നു ഷണ്ഡനോ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റെ സാബത്ത് ആചരിക്കുകയും എന്റെ ഹിതം അനുവർത്തിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് ഞാൻ എന്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചുമാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കാനും എന്റെ നാമത്തെ സ്നേഹിക്കാനും എന്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്നു നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എന്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും. എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദാനബലികളും മറ്റു ബലികളും എന്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതുവരെ ശേഖരിച്ചതു കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും. നേതാക്കന്മാർക്കും താക്കീത്. വയലിലെ മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ വന്നു ഭക്ഷിക്കുവിൻ. എന്റെ ജനത്തിന്റെ കാവൽക്കാർ അന്ധരാണ്. അവർ ഒന്നും അറിയുന്നില്ല. അവർ മൂകരായ നായ്ക്കളാണ്. അവർക്ക് കുരയ്ക്കാനാവില്ല. അവർ കിടന്നു സ്വപ്നം കാണുന്നു. നിദ്രാപ്രിയരാണവർ. ആർത്തി പിടിച്ച നായ്ക്കളാണവർ. അവർക്ക് തൃപ്തി വരില്ല. ഇടയന്മാരും ഒന്നും അറിയുന്നില്ല. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു. അവർ പറയുന്നു, വരൂ, പോയി വീഞ്ഞു കൊണ്ടുവരാം. നമുക്ക് ലഹരിപാനീയങ്ങൾ നിറയെ കുടിക്കാം. നാളെയും അളവില്ലാതെ കുടിക്കാം.